നമസ്കാരം. യുകെസ് കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു കപ്പപ്പുഴുക്കാണ്. കപ്പപ്പുഴുക്ക് എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സംഭവം ടേസ്റ്റിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീനില്ലാത്ത മീൻകറിയും കൂട്ടിയിട്ടാണ് ഈ കപ്പ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ 750 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെണ്ട പോലെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊത്തിയരിയെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കുക എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്ന എന്തായാലും എനിക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയറായിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങളുടേതായ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. കുക്കറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വയ്ക്കും. ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം അതിലുള്ള ആ വെള്ളം മാറ്റിയിട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിക്കുക. 2 വിസിൽ, മൊത്തത്തിൽ 2 വിസിൽ മതി. അപ്പോൾ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ വയ്ക്കാം. ആഫ്റ്റർ ഒരു വിസിലിന് ശേഷം നമുക്ക് വീണ്ടും അതിലുള്ള ഇത് എയർ പോയി കഴിയാൻ വേണ്ടി കാത്തിരിക്കണ്ട. എയർ പെട്ടെന്ന് കളഞ്ഞിട്ട് അതിലെ വെള്ളം ഊറ്റിക്കളയുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. ഇപ്പം ഇതിപ്പോൾ 2ാമത്തെ വിസിൽ അടിച്ചിട്ടുള്ളതാണ് അത്. കാരണം ഈ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ചില വീഡിയോ എന്നിട്ട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാന്ന് പറയാൻ പറ്റില്ല, മുറിച്ചിടാം. തവിയിൽ കുറച്ച് നനഞ്ഞതുകൊണ്ട് ചിലപ്പം ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. തവിയിൽ ഇച്ചിരി വെള്ളമുണ്ട്, ഞാനത് ശ്രദ്ധിച്ചില്ല.
വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ളത്തിൻ്റെ പൊട്ടിത്തെറിയും കാണുന്നുണ്ട്. ഇനി നമുക്ക് കടുകിടാം. ആക്ച്വലി കടുകിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇച്ചിരി മുഴുവൻ ഉഴുന്നിടുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ എടുത്ത് വെക്കാൻ മറന്നുപോയി എവിടെയാണ് ഉഴുന്ന് എന്നുള്ള കാര്യം ഓർമ്മയില്ല. കുറേ നാളായി ഉഴുന്ന് ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് അത് എവിടെ ഇരിക്കുന്നതെന്നറിയില്ല. വെള്ളം ഉള്ളതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ കടുകിട്ടു, ഉണക്കമുളകിട്ടു, 2 ഉണക്കമുളക് കീറിയിട്ടതാണ്. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ എന്താ പറയുക, മീനില്ലാത്ത മീൻ കറിക്ക് വേണ്ടിയിട്ടൊരു വലിയ ഉള്ളി എടുത്ത് അതിൻ്റെ പകുതി മാറ്റി വെച്ചു. ആ ഉള്ളി സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓപ്ഷണലാണത്. വെളുത്തുള്ളി 2 മാത്രം, അത് കൂടുതൽ വേണ്ട, ഓപ്ഷണലാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ എന്തായാലും ഇതിലും ഉണ്ടല്ലോ, കപ്പയിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചിട്ടാൽ മതി, ഒന്ന് ഉള്ളി ഒന്ന് വാടാനും. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മൂക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഈ 2 കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കളറ് വരും. പിന്നെ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതൊന്ന് റോ ടേസ്റ്റ് ഒന്ന് മാറണം, ഒന്ന് ചൂടാവട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് മൂത്തതിന് ശേഷം കപ്പ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ കപ്പയും ഞാൻ കുക്കറിൽ നിന്ന് ഇതിലിട്ട്, അതിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് പറ്റിക്കോളും. ഇനി അതിലോട്ട് നമ്മളൊരു അരമുറി തേങ്ങ, ഒരു മീഡിയം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരമുറി ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ മറന്നതാണോ എന്നറിയില്ല. വീഡിയോയിൽ തൊട്ടിട്ടില്ല ചുരണ്ടിയതൊന്നും. എനിവേ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങയും കൂടി ഇതിൽ മിക്സ് ചെയ്യണം. കണ്ടില്ലേ, നല്ലൊരു കളറായില്ലേ. കഴിക്കാനും നല്ല സ്വാദാട്ടത്. അത് നമ്മളെടുത്ത് വെച്ച തേങ്ങ ഞാനതിലിട്ടിട്ടു. ഒരു ചെറിയ തേങ്ങയായിരുന്നു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി ആവി കൊള്ളിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്.
അതായത് എനിക്ക് ഈ കപ്പയുടെ കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെ കിട്ടിയാലും ഞാൻ കഴിക്കും, പപ്പടം. അപ്പോൾ ഞാനൊരു 2-3 പപ്പടം കൂടി ഒന്ന് കാച്ചുന്നുണ്ട്. പിന്നെ പപ്പടവും കപ്പയും മീനില്ലാത്ത മീൻകറിയും കൂടെ അങ്ങ് അടിച്ചു പൊളിച്ച് അങ്ങ് കഴിക്കുക. ഞാനൊന്ന് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് മതി, ഒന്ന് വെറുതെ ഒന്ന് ആവി കൊള്ളിക്കുക എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയായി. സൂപ്പർ. എന്താ വായിൽ വെള്ളം വരുന്നുണ്ടോ? അടിപൊളിയല്ലേ? ശരിക്കും ഇതിന് നോൺ വെജ് തന്നെയാണ്, അതായത് മീൻ കറി തന്നെയാണ് സൂപ്പർ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടുത്തെ മീനിനോട് അത്ര താല്പര്യമില്ല. അപ്പം നമ്മൾ ഇനി പപ്പടം കാച്ചാം. മീനൊക്കെ വെച്ചാൽ പിന്നെ വേറെ ഒന്ന് കൊട്ടാരം നാറും, വീട് മൊത്തം നാറും. വീടെന്നല്ല, അടുക്കള മൊത്തം നാറും മീനൊക്കെ വെച്ചാൽ. അപ്പം അതുകൊണ്ടാണ് വളരെ റെയറായിട്ട്, ഐ തിങ്ക് 1-2 പ്രാവശ്യമൊക്കെ ഈ വീട്ടിൽ ഞാൻ മീൻ വെച്ചു. പിന്നെ ചൂടായി പപ്പടം നമുക്ക് കച്ചാം. കാരണം വീഡിയോ ഇച്ചിരി ലെങ്തി വന്നപ്പോൾ എനിക്ക് ഈ എഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അധികം വെറുപ്പിക്കില്ല. തണുപ്പുകൊണ്ടാണ് ഒരു ചത്ത പപ്പടമാണ്. അപ്പോൾ പപ്പടം കാച്ചിക്കഴിഞ്ഞു. ഒരെണ്ണം കൂടി ഉണ്ട് ബാക്കി, അതും കൂടി ഒന്ന് കാച്ച. ബാലൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് കപ്പയും മീൻകറി ഒന്ന് കഴിക്കാം. എന്താ കപ്പ അതാ ആവി വറക്കുന്നു, മീൻകറി അത് അടിപൊളി. ഇനി ഇത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. കപ്പ എടുത്തു, ഇനി മീൻകറി എടുക്കാം. മീനില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഇളക്കാം, പൊടിയൂലല്ലോ. അങ്ങനെ കപ്പയും മീൻകറിയും റെഡി. അപ്പോൾ ഞാനങ്ങ് കഴിച്ചു. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.